ദേവാസുരം എന്ന ക്ലാസിക് സിനിമയ്ക്ക് ശേഷം മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുകയുണ്ടായി. ആ തറവാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, മലയാളികളുടെ സ്വന്തം വരിക്കാശ്ശേരി മന. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ 6 ഏക്കർ സ്ഥലത്ത് 3 നിലകളും 74 അധികം മുറികളും നടുമുറ്റവും 10 പുരയും ഗസ്റ്റ് ഹൗസും അടങ്ങിയ മലയാള സിനിമയുടെ തറവാടായ നാലുകെട്ട്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. തീർത്ഥം എന്ന സിനിമയിൽ തുടങ്ങി നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, അനന്തഭദ്രം, ബോഡിഗാർഡ്, ചതിക്കാത്ത ചന്തു, ദേവാസുരം, ദ്രോണ, കാര്യസ്ഥൻ, ബ്രഹ്മയുഗം, പ്രേതം 2 എന്നീ പ്രശസ്ത സിനിമകളുടെ ലൊക്കേഷനായിരുന്നു ഈ മന. കൂടാതെ 150-ലധികം സിനിമകളാണ് ഈ മനയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. മനയുടെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള മലയാള സിനിമകളുടെ ഓരോ സീനുകൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ 30 രൂപ ടിക്കറ്റോടെയാണ് കേട്ടോ പ്രവേശനമുള്ളത്. ഇനി സിനിമ ഷൂട്ടിങ്ങുകളുള്ള സമയങ്ങളിലാണെങ്കിൽ ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഈ മനയിൽ ആദ്യം ചിത്രീകരിച്ച സിനിമ തീർത്ഥമാണെങ്കിലും ദേവാസുരം എന്ന സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരി ആയാണ് വരിക്കാശ്ശേരി മനയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് കേട്ടോ.